ഒരു സാധാരണ സെഡാൻ കാറിന് ലോകം ഭയക്കുന്ന ഗോഡ്സില്ല എന്ന പേര് ലഭിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവോ? 1969 നിസാന്റെ സ്കൈലൈൻ C10 നിന്നാണ് ഇതിനൊക്കെ തുടക്കം കുറിക്കുന്നത്. റേസ് ട്രാക്കുകളിൽ സ്കൈലൈൻ മോഡലുകളുടെ പ്രകടനം ചെറുതൊന്നുമായിരുന്നില്ല. 3 വർഷത്തിനുള്ളിൽ 52 തവണയാണ് നിസാൻ ഈ വാഹനം ഉപയോഗിച്ച് തങ്ങളുടെ വിജയക്കൊടി പാറിച്ചത്. പിന്നീട് 1989 നിസാൻ തങ്ങളുടെ R32 എന്നൊരു മോഡലിനെയും ട്രാക്കിലേക്ക് ഇറക്കി. റേസ് ട്രാക്കുകളിൽ R32 കാഴ്ചവെച്ച അതിഭീകരമായ പെർഫോമൻസ് കണ്ടുനിന്നവർ ഇതിനൊരു പേരുകൂടെ ചേർത്ത് വിളിച്ചു. അതാണ് ദ ഗോഡ്സില്ല. അതിനുശേഷം നിസാൻ കൊണ്ടുവന്ന R33യും എക്കാലത്തെയും ഐക്കോണിക് മോഡലായ R34ഉം JDM കാറുകളുടെ രാജാവെന്നൊരു അംഗീകാരം കൂടി പിടിച്ചടക്കുകയായിരുന്നു. 2007 അപ്ഡേറ്റഡ് വേർഷനായ R35ന്റെ വരവോടുകൂടെ ഫെരാരികളെ പോലും വെല്ലുവിളിക്കാൻ കഴിയുന്ന ദ റിയൽ ഗോഡ്സില്ലയായി മാറിക്കഴിഞ്ഞിരുന്നു നിസാൻ GTR. ഈ ഒരു ജനറേഷൻ അത്രയും JDM കാറുകളുടെ രാജാവ് എന്ന പദവി അടക്കി ഭരിക്കുന്ന GTRന് ഇനിയുള്ള ജനറേഷനുകളിൽ ഈ ഒരു പദവി തുടർന്നു കൊണ്ടുപോകുവാൻ കഴിയുമോ ഇല്ലയോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റുകളിൽ രേഖപ്പെടുത്തുക.